ഭൂമിക്ക് പുറത്ത്, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലോ മറ്റ് ഗ്രഹങ്ങളിലോ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് സ്പേസ് ഫാമിംഗ്. ബഹിരാകാശത്ത് മണ്ണ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. മണ്ണില്ലാതെ വെള്ളത്തിൽ ലയിപ്പിച്ച പോഷകങ്ങൾ ഉപയോഗിച്ച് സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. വേരുകൾ വായുവിൽ നിർത്തി അവയിലേക്ക് പോഷകങ്ങൾ തളിക്കുന്ന രീതിയാണ് എയറോപോണിക്സ്. സൂര്യപ്രകാശത്തിന് പകരമായി ചുവപ്പും നീലയും കലർന്ന LED ലൈറ്റുകൾ ഉപയോഗിച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ബഹിരാകാശത്തെ ഉയർന്ന റേഡിയേഷൻ വിത്തുകളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ വെള്ളം വേരുകളിലേക്ക് എത്തിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സസ്യങ്ങൾ വളർത്തുന്നതിനായി നാസ വികസിപ്പിച്ചെടുത്ത പ്രത്യേക ലാബാണ് വെജ്ജി. ഇവിടെ ഓരോ സസ്യവും ഓരോ ചെറിയ പില്ലോകളിലാണ് വളർത്തുന്നത്. ഇതിൽ മണ്ണ് പോലെയുള്ള ക്ലേ മിശ്രിതവും വളവും അടങ്ങിയിരിക്കും. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ചുവപ്പ്, നീല, പച്ച എന്നീ നിറങ്ങളിലുള്ള LED ലൈറ്റുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ബഹിരാകാശ സഞ്ചാരികൾ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ഈ പില്ലോകളിലേക്ക് നേരിട്ട് വെള്ളം കുത്തിവെക്കുന്നു. ബഹിരാകാശത്ത് ആദ്യമായി വിജയകരമായി വളർത്തിയ പച്ചക്കറി ഉരുളക്കിഴങ്ങാണ്. 1995 നാസയും യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോൺസിനും ചേർന്നാണ് കൊളംബിയ എന്ന ബഹിരാകാശ പേടകത്തിൽ ഉരുളക്കിഴങ്ങ് വളർത്തിയത്. ഇതിനായി ക്വാണ്ടം ട്യൂബേഴ്സ് എന്ന പ്രത്യേക സാങ്കേതിക വിദ്യയാണ് അവർ ഉപയോഗിച്ചത്. ലെറ്റ്യൂസ്, റാഡിഷ്, ചുവന്ന കാബേജ്, സിന്നിയ ഫ്ലവേഴ്സ് എന്നീ സസ്യങ്ങൾ ബഹിരാകാശത്ത് ഇതിനോടകം വിജയകരമായി വളർത്തിയിട്ടുണ്ട്. ഇത്തരം വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.